അതേസമയം ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബിജെപിയുടെ കുൽസിത നീക്കത്തിന് ഏറ്റിരിക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ജൂൺ 1 വരെ ഉപാധികളോടെയാണ് ജാമ്യം. ജാമ്യവ്യവസ്ഥകൾ കർശനമായി പാലിച്ചുകൊണ്ട് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാമെന്നാണ് അറിയിപ്പ്. നീണ്ട 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഒരു താൽക്കാലിക ആശ്വാസം എന്നോണം ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കെജ്രിവാളിന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ഇഡിയോട് കോടതി അറിയിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ഇടക്കാല ജാമ്യം ലഭിച്ചുവെങ്കിലും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ കെജ്രിവാളിനെ കൊണ്ട് സാധിക്കില്ല. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിനാൽ ഇഡിയുടെ കാലതാമസവും ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്താനാണ് ആം ആദ്മിയുടെ ശ്രമം. ഇഡിക്കുണ്ടായ തിരിച്ചടി മുൻനിർത്തിയാകും എഎപിയുടെ പോരാട്ടം. കെജ്രിവാളിന് ജാമ്യം ലഭിച്ച ഉടൻ തന്നെ ആം ആദ്മി പ്രവർത്തകർ പാർട്ടി ആസ്ഥാനത്തെത്തിയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജൂൺ 4 ഫലപ്രഖ്യാപിക്കുന്നതുവരെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കെജ്രിവാൾ ആവശ്യപ്പെട്ടത്. കെജ്രിവാളിന് ജാമ്യം ലഭിച്ച നടപടി ഇഡിക്കേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയാണെന്ന് എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയാണ്. രാജ്യം ഫാസിസത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ എം.വി. ഗോവിന്ദൻ പറയുന്നത്. ഇഡിയുടെ നീക്കങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 4 വരെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ സമയം ആവശ്യപ്പെട്ടെങ്കിലും എന്നാൽ ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അതേസമയം ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർവിനിയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബിജെപിയുടെ കുൽസിത നീക്കത്തിന് ഏറ്റിരിക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിലും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി ഈ വിധി മാറുകയാണ്. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഒരു സമഗ്രാധിപത്യ ശക്തിയും എന്നേക്കുമായി മുന്നോട്ടു പോകാനാകില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ തുറങ്കിലടച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെയാണ് ബിജെപി സർക്കാർ കുഴിച്ചുമൂടാൻ നോക്കിയതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളോട് നേരിട്ട് സംവദിച്ചും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാരിന് ഭയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പകരം വർഗീയ വിദ്വേഷം അഴിച്ചുവിട്ടും അമിതാധികാരം പ്രയോഗിച്ചും പ്രതിപക്ഷത്തെ നിഷ്പക്ഷമാക്കിയും ജനവികാരത്തെ മാറ്റിമറിക്കണമെന്ന വ്യാമോഹത്തിലാണ് പരമോന്നത കോടതി ആഘാതമേൽപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ബിജെപിയുടെ നില പരുങ്ങലിലാകുകയാണ്. അത് തിരിച്ചറിയുമ്പോഴുള്ള വിഭ്രാന്തിയാണ് സമീപ നാളുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. കേരള സർക്കാരിന്റെ തെറ്റായ നീക്കങ്ങൾ ജുഡീഷ്യൽ പരിശോധനയെ അതിജീവിക്കില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഈ വിധി. ഇഡിയെ പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിനോടുള്ള എതിർപ്പ് കൂടിയാണ് വിധിയിൽ തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.